ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് തൃശ്ശൂരുള്ള ചാവക്കാട് കൃഷി ഓഫീസിന് മുന്നിലാണ്. എന്തിനാണെന്നല്ലേ? വരൂ എന്നോടൊപ്പം. നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളാണല്ലോ കുട്ടികൾ. എല്ലാ കുട്ടികൾക്കും അവരുടെ വിദ്യാഭ്യാസം മെച്ചപ്പെട്ടതാക്കുവാൻ വേണ്ടി കൈറ്റ് ഫിക്റ്റേഴ്സ് ചാനലിലും വൈറ്റ് ബോർഡ് SSK എന്ന പേരിൽ യൂട്യൂബിലൂടെയും പാഠ്യഭാഗങ്ങൾ സംപ്രേഷണം ചെയ്തു വരുന്നു. ആയതിനാൽ 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം 1ാം അധ്യായത്തിലെ കൃഷിയുമായി ബന്ധപ്പെട്ട ചില സംശയ നിവാരണത്തിനാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. നമ്മളോടൊപ്പം അറിവുകളും അനുഭവങ്ങളും പങ്കുവെക്കുന്നതിനായി നമ്മളോടൊപ്പം ഇന്ന് ചേർന്നിരിക്കുന്നത് ചാവക്കാട് കൃഷി ഓഫീസറായ ഷീജ മേഡമാണ്. മാഡത്തിന് ഞങ്ങളെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്താണ് സംശയം ചോദിച്ചോളൂ. എൻ്റെ അറിവിൽ നിന്നുള്ളത് ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. നമ്മുടെ സംശയം ഇതാണ്: നമ്മുടെ നാട്ടിൽ പശുവിനെ വളർത്തി ഉപജീവനമാർഗം നയിക്കുന്ന ധാരാളം കർഷകരുണ്ടല്ലോ. പാലിന് വില ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും ഒരു കൂട്ടർ പറയുന്നുണ്ടല്ലോ പശുവിനെ വളർത്തി യാതൊരു ലാഭവുമില്ല എന്ന്. എന്നാൽ ചിലർ പറയുന്നു പശു കൃഷി അത്ര മോശമൊന്നുമല്ല, ലാഭമൊക്കെയുണ്ട് എന്ന്. ഈ വൈവിധ്യമാർന്ന അഭിപ്രായത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കൃഷി ചെയ്യുന്ന ആൾക്ക് ലാഭകരമായിരിക്കില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ പച്ചക്കറി, തെങ്ങ്, കമുക്, മറ്റുള്ള കൃഷികൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ ലാഭകരമായിരിക്കും. അതുപോലെ നെൽവയലുകളും കൃഷി ചെയ്താൽ അത് ലാഭകരമായിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ശരി, ഇപ്പോൾ മാഡം പറഞ്ഞുവല്ലോ കന്നുകാലി വളർത്തലും അതോടൊപ്പം തെങ്ങ്, കവുങ്ങ്, നെൽകൃഷി ഇവ ചെയ്തു കഴിഞ്ഞാൽ ലാഭം ലഭിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ കന്നുകാലി വളർത്തലും ഈ നെൽകൃഷിയും തെങ്ങ്, കവുങ്ങ് പോലുള്ള കൃഷിയും ഇവ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്ന് വിശദീകരിക്കാമോ? പശുവിനെ വളർത്തുമ്പോൾ അതിൻ്റെ ചാണകവും മൂത്രവും കൃഷിക്ക് അടിവളമായി ഉപയോഗിക്കുന്നു. അത് അടിവളമായി ഉപയോഗിക്കുമ്പോൾ അത് മൂലമുണ്ടാകുന്ന ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ പുൽകൃഷി ആയിരുന്നാലും നല്ല രീതിയിൽ തഴച്ചു വളരും. ആ തഴച്ചു വളരുന്ന പുല്ല് തന്നെയാണ് ഇവർക്കും വീണ്ടും പശുവിനെ തീറ്റയായി ഉപയോഗിക്കാൻ പറ്റും. ഇത്തരത്തിൽ ചെയ്യുന്ന കൃഷിക്ക് പ്രത്യേകം പേര് പറയുന്നുണ്ടോ? ഇങ്ങനെ കൃഷി ചെയ്യുന്ന രീതിയെ, ഈ ബന്ധപ്പെടുത്തി ചെയ്യുന്ന രീതിയെ നമ്മൾ പറയുന്നത് സംയോജിത കൃഷി എന്നാണ് ഇതിനെ പറയുന്നത്. സംയോജിത കൃഷി എന്നാണ് പറയുന്നത്. ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. ചിത്രത്തിൽ എന്തെല്ലാം കാണുന്നുണ്ട്? ചിത്രത്തിൽ വീടുണ്ട്, ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്, പശുത്തൊഴുത്തുണ്ട്, പച്ചക്കറി, നെൽകൃഷി, അതുപോലെ കുളം, ഇവയൊക്കെ കാണുന്നുണ്ടല്ലേ? ഇവ സംയോജിത കൃഷിയുമായി നമ്മൾ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നോക്കാം. നമ്മൾ ബയോഗ്യാസ് പ്ലാന്റിനെ കേന്ദ്രീകരിച്ചെടുക്കുമ്പോൾ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് നമ്മളെ വീട്ടിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ഒഴികെയുള്ള വേസ്റ്റുകളും അതുപോലെ പശുത്തൊഴുത്തിൽ നിന്നുള്ള ചാണകവും നമ്മൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കുന്നു. ഇങ്ങനെ നിക്ഷേപിച്ചതിൻ്റെ ഫലമായി അവിടെ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ഗ്യാസ് നമ്മൾ വീട്ടുപയോഗത്തിന് വേണ്ടി, പാചകം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ അതിൽ നിന്നുള്ള വേസ്റ്റ് സ്ലറിയായി മാറുന്നു. ഈ സ്ലറി നല്ലൊരു അടിവളമായി ഉപയോഗിക്കുന്ന വസ്തുവാണ്. ഇവിടെ പച്ചക്കറികൾക്കും നെൽകൃഷികൾക്കും മറ്റു കൃഷികൾക്കുമെല്ലാം തന്നെ സ്ലറി അടിവളമായി ഉപയോഗിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് കാണാം, അത് കുളത്തിലേക്കും ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. കുളത്തിൽ അതിൻ്റെ പ്രധാന ഘടകം എന്താണെന്ന് വെച്ചാൽ അവിടെ കുളത്തിൽ ജലസസ്യങ്ങൾ വളരുവാൻ ഇത് സഹായിക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞു നെൽകൃഷിയും അതുപോലെ കന്നുകാലി വളർത്തലും തെങ്ങ്, കവുങ്ങ് എന്നിവ കൃഷി ചെയ്യുന്ന രീതിയും സംയോജിപ്പിച്ചു കൊണ്ടുപോകുന്ന രീതിയെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതുപോലെ വേറെ ഏതെല്ലാം കൃഷികളാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത്? തെങ്ങ് കൃഷിയും നെൽകൃഷിയും പച്ചക്കറിയും മറ്റു കൃഷികളും ചെയ്യുന്നതിനോടൊപ്പം തന്നെ മത്സ്യകൃഷി കൂടെ, താറാവ് മത്സ്യകൃഷി കൂടെ ചെയ്യുവാണെങ്കിൽ വളരെ ലാഭകരമായിരിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ താറാവിന് ഉപയോഗിക്കുന്ന തീറ്റ വരുന്ന ബാലൻസ് മത്സ്യങ്ങൾ കഴിക്കുന്നു. ആ മത്സ്യങ്ങൾ കുഞ്ഞു മത്സ്യങ്ങളും മറ്റുള്ള ചെറിയ കുളത്തിലുള്ള ചെറിയ പ്രാണികൾ, താറാവ്, മറ്റേ തവള കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള
ഒച്ചുകൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ താറാവിന് തീറ്റയാകുന്നുണ്ട്. ഈ താറാവ് ഉപേക്ഷിക്കുന്ന കാഷ്ടം വെള്ളത്തിൽ വീണ് ജലസസ്യങ്ങൾ നല്ല രീതിയിൽ തഴച്ചു വളരുന്നുണ്ട്. ആ തഴച്ചു വളരുന്ന പുല്ല് മത്സ്യങ്ങൾക്ക് ആഹാരമാകുന്നുണ്ട്. അപ്പോൾ ഈ താറാവിന് ഭക്ഷണം ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. അങ്ങനെ മത്സ്യത്തിനും ആഹാരം ലഭിക്കുന്നുണ്ട്. ആ രീതിയിൽ വരുന്നപ്പോഴേക്കും ഇങ്ങനൊരു സൈക്കിളായിട്ട് ഈ രീതിയിൽ കൃഷി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ട് തന്നെയാണ് സംയോജിത കൃഷി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കർഷകർക്ക് ലാഭം തന്നെ ആയിരിക്കും. ബോർഡിലേക്കൊന്ന് നോക്കൂ, ഒരു ഫ്ലോ ചാർട്ട് കാണാം. ഇവിടെ നമ്മൾ സംയോജിത കൃഷിയെക്കുറിച്ചാണല്ലോ പറയുന്നത്. സംയോജിത കൃഷിയിൽ മത്സ്യകൃഷിയും താറാവ് കൃഷിയും എങ്ങനെ സംയോജിപ്പിച്ചു കൊണ്ടുപോകാം എന്നതിന് ഒരു ഉദാഹരണമാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ മത്സ്യക്കുളത്തിന് മുകളിൽ ഒരു താറാവ് കൂട് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ താറാവിന് ഭക്ഷണം കൊടുക്കുമല്ലോ. താറാവ് ഉപേക്ഷിക്കുന്ന തീറ്റയും കാഷ്ടവും മത്സ്യക്കുളത്തിലേക്ക് വീഴും. ഇങ്ങനെ വീഴുന്ന കാഷ്ടത്തിൽ നിന്നും ജലസസ്യങ്ങൾ വളരും. ഈ ജലസസ്യങ്ങളും താറാവ് ഉപേക്ഷിക്കുന്ന തീറ്റയും മത്സ്യങ്ങൾ ആഹാരമായി എടുത്ത് മത്സ്യങ്ങൾ വളരുവാൻ സഹായിക്കും. അതുപോലെ കുളത്തിലെ കീടങ്ങൾ, ഒച്ച്, പായലുകൾ, തവളക്കുഞ്ഞുങ്ങൾ ഇവയെല്ലാം താറാവ് ആഹാരമാക്കുന്നു. ഇവിടെ ഇതൊരു സർക്കിൾ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ഇവിടെ നമ്മൾ വീണ്ടും താറാവിന് തീറ്റ കൊടുക്കും, തീറ്റ വീണ്ടും വെള്ളത്തിലേക്ക് വീഴും, ഇങ്ങനെയാണല്ലോ. ഇതൊരു സംയോജിത കൃഷിക്ക് ഉത്തമ ഒരു ഉദാഹരണമാണ്. കാർഷിക വിളകൾക്കൊപ്പം ജന്തുജീവി മൃഗപരിപാലനം, മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി കർഷകന് പരമാവധി ആദായം ഉറപ്പാക്കുന്ന മികച്ച കൃഷിരീതിയാണ് സംയോജിത കൃഷിരീതി എന്ന് പറയുന്നത്. ഇത് എല്ലാവരും നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തണേ. നമ്മളിപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയാണല്ലോ. കൃഷി ഓഫീസർ എന്ന നിലയ്ക്ക് താങ്കൾ ഒരു നല്ല ഇനം വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? നല്ല ഇനം വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വിത്ത് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് അത് നല്ല വിത്താണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പല തരത്തിലുള്ള വിത്തുകളുണ്ട്. നമ്മുടെ പാരമ്പര്യ കർഷകർ ചെയ്യുന്ന കൃഷി സ്ഥലത്ത് നിന്ന് നേരിട്ട് വാങ്ങിയാൽ നമുക്കത് ഉറപ്പിക്കാം നല്ല വിത്താണെന്ന്. അതുപോലെ നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അഗ്രികൾച്ചർ ഫാം ഹൗസ്, VFCK ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് വാങ്ങിച്ച് നമ്മുടെ ഗവൺമെൻറ് അപ്രൂവ്ഡ് സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് 100% നല്ല വിത്തുകൾ, ക്വാളിറ്റിയുള്ള വിത്തുകൾ തന്നെയാണെന്ന് പറയാൻ പറ്റും. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ കൃഷി മേഖലയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയങ്ങളിൽ നമ്മുടെ കൃഷി കൂടുതൽ ഉൽപ്പാദനവും മികവുറ്റതാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം പദ്ധതികളാണ് കൃഷിഭവനിലൂടെ സാധ്യമാകുന്നത്? നമുക്ക് അധികം ചിലവില്ലാതെ തന്നെ കൃഷി ബാഗുകളിൽ ചെയ്യാൻ പറ്റും, ചെടിച്ചട്ടിയിൽ ചെയ്യാൻ പറ്റും. പോട്ടിംഗ് മിക്സർ നിറച്ച് നമുക്ക് ചെടിച്ചട്ടിയിൽ ചെയ്യാൻ പറ്റും, ഗ്രോ ബാഗുകളിൽ ചെയ്യാൻ പറ്റും. അത് വീട്ടിൽ തന്നെ നമ്മൾ കൃഷിഭവൻ വഴി വിത്തുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അപ്രൂവ്ഡ് സ്ഥാപനങ്ങളും തരുന്ന, ഗവൺമെൻറ് തരുന്ന വിത്തുകൾ തന്നെയാണ്. അത് ഉപയോഗിച്ച് ഒത്തിരി കൃഷിക്കാർ വീട്ടിൽ നിന്ന് തന്നെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമ്മൾ 1000-ലധികം വിത്തുകൾ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കൃഷിഭവൻ വഴി. അത് അവരവരുടെ വീടുകളിൽ ഇപ്പം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അവർ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്, അത് പരിപാലിക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കൃഷി ഓഫീസറുടെ നമ്പർ അവർക്ക് കൊടുത്തിട്ടുണ്ട്, അവർ വിളിച്ച് ചോദിക്കും. അങ്ങനെയുള്ള നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സുഭിക്ഷ കേരളം പദ്ധതി പ്രകാരം തന്നെ നമ്മൾ ഒത്തിരി സ്കീമുകൾ ചെയ്യുന്നുണ്ട്. തൈകൾ ഇറക്കിയും വിത്തുകൾ കൊടുത്തും ആര്യവില്ല അവർ കൃഷി ചെയ്യുന്നുണ്ട്. അവർക്ക് കൃഷി ചെയ്യുന്നതിൻ്റെ സ്ഥലത്ത് അവരെ പണിക്കൂലി, അല്ലാതെ വളത്തിൻ്റെ പൈസ, അതെല്ലാം നമ്മൾ സബ്സിഡി ഇനത്തിൽ അവർക്കത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒത്തിരി പേര് തന്നെ ഈ കൃഷി മേഖലയിൽ വന്നിട്ടുണ്ട്. നേരത്തെക്കാളും ഇപ്പോൾ ഒത്തിരി പേര് കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അതിന് സബ്സിഡി 75% സബ്സിഡിയിൽ നമ്മൾ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ജൈവവളവും ജൈവ കീടനാശിനിയും കൊടുക്കുന്നുണ്ട്. 25% അവർ അടയ്ക്കണം. അടച്ചിട്ട് അത് നമ്മൾ സൊസൈറ്റി വഴിയാണ് നമ്മൾ ഇറക്കി കൊടുക്കുന്നത്. ആ ഒരു പദ്ധതി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിപ്പോൾ സംയോജിത കൃഷിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചുവല്ലോ. ഇനി നമുക്കൊരു വർക്ക്ഷീറ്റ് പരിചയപ്പെടാം. വർക്ക്ഷീറ്റിലേക്കൊന്ന് നോക്കൂ. എന്തൊക്കെയാണ് കാണുന്നത്? കുറേ ചിത്രങ്ങൾ കാണുന്നുണ്ട്. എന്തൊക്കെ ചിത്രങ്ങളാണ്? പറഞ്ഞോളൂ. പശു, റബ്ബർ, കോഴി, നെല്ല്, പച്ചക്കറി, തേനീച്ച.
ഇവയെ പരസ്പരം ബന്ധിപ്പിക്കാവുന്ന മേഖലകൾക്ക് 3 ഉദാഹരണങ്ങൾ നമ്മൾ എഴുതണം. അതിനുള്ള സ്ഥലം അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവയിൽ പരസ്പരം ബന്ധിപ്പിക്കാവുന്ന മേഖലകൾക്ക് 3 ഉദാഹരണം എഴുതണം. അതുപോലെ രണ്ടാമത്തെ ചോദ്യം, ഒന്നിലധികം മേഖലകളെ ഇങ്ങനെ യോജിപ്പിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനമെന്ത്? നമ്മൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ പഠിച്ചിരുന്നുവല്ലോ. അത് വെച്ച് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുമല്ലോ. എല്ലാവരും ചെയ്യണേ. വിളവ് ലഭിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇത് നമ്മൾ ആദ്യം ചർച്ച ചെയ്തു. അപ്പോൾ നമ്മൾ വിത്ത് തിരഞ്ഞെടുത്തു, നല്ല നടീൽ വസ്തു തിരഞ്ഞെടുത്തു. ഈ പ്രവർത്തനം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പിന്നെ എങ്ങനെയാണ് സസ്യം ഉണ്ടാവുന്നത്? 2 തരം പ്രജനന രീതികൾ നമ്മൾ പഠിച്ചു. കായിക പ്രത്യുൽപാദനം, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ലൈംഗിക പ്രത്യുൽപാദനം, സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഈ 2 കാര്യങ്ങളും സ്വാഭാവികമായി പ്രകൃതിയിൽ നടക്കുന്നതാണ്. വിത്ത് മുളച്ച് സസ്യങ്ങളുണ്ടാകും, അല്ലെങ്കിൽ മറ്റ് സസ്യഭാഗങ്ങൾ മുളച്ച് സസ്യങ്ങളുണ്ടാകും. പക്ഷേ തുടർന്ന് നമ്മൾ ആലോചിച്ചത് എന്താണ്? മനുഷ്യൻ്റെ ഇടപെടലുകളാണ് ഈ പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ടത്. ഈ പ്രവർത്തനം ഓർമ്മയുണ്ടോ? ലെയറിംഗ്, പതിവയ്ക്കൽ, അതുപോലെ തന്നെ ഗ്രാഫ്റ്റിംഗ്, കൊമ്പ്, നല്ല ഇനം സസ്യത്തിൻ്റെ കൊമ്പ് സാധാരണ നാടൻ ഇനത്തിൽ കൊണ്ടുപോയി ഒട്ടിക്കൽ. പിന്നെയോ അടുത്ത പ്രവർത്തനം നോക്കൂ, മുകുളം ഒട്ടിക്കൽ, ബഡ്ഡിംഗ്. കൊമ്പിന് പകരം ഒരു മുകുളമാണ് അവിടെ കൊണ്ടുപോയി ഒട്ടിക്കുന്നത്. ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ പരിശോധിച്ചത്, നമ്മൾ ശ്രമിച്ചത് സ്വാഭാവികമായുള്ള കായിക പ്രജനന രീതിയിൽ നമ്മൾ ഇടപെട്ട് എങ്ങനെ മികച്ച തൈ ഉണ്ടാക്കാമെന്നാണ്. വിത്തുൽപാദനമാണ്. കൃത്രിമ പരാഗണം നടത്തി നമ്മൾ തന്നെ വിത്ത് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നു. വർഗ സങ്കരണം, ഹൈബ്രിഡൈസേഷൻ. അവിടെ നമ്മൾ എന്താ ചെയ്തത്? ലൈംഗിക പ്രത്യുൽപാദനത്തിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് നമുക്ക് ആവശ്യമായ രീതിയിൽ ഗുണമേന്മയുള്ള തൈകൾ ഉണ്ടാക്കിയെടുക്കും. എങ്ങനെയായിരിക്കണം? ജൈവവളത്തിൻ്റെ ഗുണങ്ങൾ, രാസവളത്തിൻ്റെ ഗുണങ്ങൾ, അല്ലെങ്കിൽ ജൈവവളത്തിൻ്റെ ദോഷങ്ങൾ, രാസവളത്തിൻ്റെ ദോഷങ്ങൾ. അതുപോലെ തന്നെ കൃഷി ചെയ്യുമ്പോൾ കർഷകർ ചെയ്തു വരുന്ന ചില രീതികൾ നമ്മൾ പരിശോധിച്ചു. വിള മാറി മാറി ചെയ്യുക. ഈ ചിത്രങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതുപോലെ തന്നെ ഒരു വിളക്കിടയ്ക്ക് ദോഷമില്ലാത്ത രീതിയിൽ മറ്റു വിളകൾ കൃഷി ചെയ്യുക. ഇടവിള കൃഷി, വിളപര്യയം, ഇൻ്റർക്രോപ്പ്, ക്രോപ്പ് റൊട്ടേഷൻ. അതുപോലെ നമ്മൾ പരിശോധിച്ച ഒരു പ്രധാന കാര്യമാണ് പയർ വർഗത്തിൽപ്പെട്ട ചെടികൾ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള മേന്മ എന്താണ്. അവിടെ നൈട്രജനെ നൈട്രേറ്റാക്കി, നൈട്രജൻ സംയുക്തങ്ങളാക്കി മാറ്റുന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യം നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ആലോചിച്ച് വന്നത് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ആശയ ഭൂപടം. എന്താ ആശയ ഭൂപടം? ആശയങ്ങൾ ചിത്രീകരിച്ച ഒരു ഭൂപടം. ഒരു ആശയ ഭൂപടം, ആശയ ചിത്രീകരണം നിങ്ങൾക്കിവിടെ നൽകിയിട്ടുണ്ട്, കോൺസെപ്റ്റ് മാപ്പ്. ഈ ആശയ ഭൂപടത്തിൽ ചില ഭാഗങ്ങൾ വിട്ടിട്ടുണ്ട്. എന്താ വിട്ടുപോയിട്ടുണ്ടാവുക? ചില സ്ഥലത്ത് നമ്മൾ ആ പ്രവർത്തനത്തിൻ്റെ പേരായിരിക്കും വിട്ടിട്ടുണ്ടാവുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത വർക്ക്ഷീറ്റിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ഈ ക്ലാസ് ശ്രദ്ധിച്ച എല്ലാ കുട്ടികൾക്കും, മുതിർന്നവർക്കും, എല്ലാവർക്കും, അതുപോലെ ഇന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ സംശയങ്ങളും നിവാരണം നടത്തി തന്ന നമ്മുടെ കൃഷി ഓഫീസർ ശ്രീജ മാഡത്തിനും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.